സകല ഭക്തസജ്ജന മാനസങ്ങൾക്കും സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന വിശേഷാൽ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു വൃക്ഷം നിമിത്തം ഒരു ക്ഷേത്രവും പിന്നീട് ഒരു ദേശം തന്നെ ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുക എന്ന അത്യപൂർവത നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കുളം ശിവക്ഷേത്രം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം നിബിഡ വനമായിരുന്നു. അക്കാലത്ത് നിരവധി മുനിശ്രേഷ്ഠന്മാർ ഈ പ്രദേശങ്ങളിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. ഇന്ന് ശ്രീകോവിൽ നിൽക്കുന്ന സ്ഥലത്ത് വിശിഷ്ടമായൊരു കൂവളമരം ദർശിക്കാനിടയായ ദിവ്യനായൊരു മുനിവര്യൻ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ശിവഭഗവാനെ ധ്യാനിച്ച് തപസ് അനുഷ്ഠിക്കുകയും ഭഗവാൻ തൻ്റെ ഭക്തനായ മുനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച ശേഷം കൂവളമരത്തോടുകൂടി അന്തർധാനം ചെയ്യുകയും ചെയ്തു. കൂവളമരത്തോടുകൂടി ഭഗവാൻ അന്തർധാനം ചെയ്ത സ്ഥലത്താണ് ഇന്ന് ശ്രീകോവിൽ നിലകൊള്ളുന്നത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ അമാനുഷിക പ്രതിഷ്ഠയായ സ്വയംഭൂ ചൈതന്യമാണ് ഇവിടെ ലോകാനുഗ്രഹാർത്ഥം വിരാജിക്കുന്നത്. കൂവളമരത്തിൻ്റെ വൈശിഷ്ട്യത്താൽ ക്ഷേത്രം തൃക്കൂവളം എന്നും പിന്നീട് ആ പദം ലോപിച്ച് തൃക്കുളം എന്നായി മാറുകയും ചെയ്തു. സ്വയംഭൂവായി പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശ്രീകോവിലോടുകൂടിയ ശ്രീ തൃക്കുളം ശിവക്ഷേത്രം മലബാറിലെ തന്നെ അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടെ ഭഗവാന് ധാര ചെയ്യുന്ന തീർത്ഥവും പൂക്കളും ഭൂമിക്കടിയിലൂടെ ക്ഷേത്രച്ചിറയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ക്ഷേത്രത്തിൽ ഗണപതി, വേട്ടേക്കരൻ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകളാണുള്ളത്. ഭഗവത് ചൈതന്യത്തെ ദർശിച്ച് ക്ഷേത്ര ഉൽപ്പത്തിക്ക് കാരണബോധനായ മഹാമുനി ശ്രേഷ്ഠനെ യോഗീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദിവ്യസ്ഥാനത്ത് വന്ദിക്കണമെന്നാണ് വിധി. തൃക്കുളം ശിവക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് കല്ലിങ്ങൽ അമ്മാഞ്ചേരി ക്ഷേത്രം എന്ന ഭഗവതിയാലുങ്ങൽ ദേവീക്ഷേത്രം. കളിയാട്ടക്കാവ് അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രം, വേങ്ങര അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രം എന്നിവയുടെ മൂലസ്ഥാനമായി വരുന്നത് തൃക്കുളം ദേവസ്വത്തിന് കീഴിലുള്ള ഈ ഭഗവതിയാലുങ്ങൽ ദേവീക്ഷേത്രമാണ്. കളിയാട്ടുകാവിലെ കുതിരവരവ് പോലെയും അമ്മാഞ്ചേരിക്കാവിലെ കാളവരവ് പോലെയും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും എല്ലാ വിഭാഗക്കാരെയും ആഘോഷത്തിൻ്റെ ഭാഗമാക്കുന്ന വരവാഘോഷം ഉണ്ടായിരുന്നു. നിത്യപൂജയുള്ള ഈ ക്ഷേത്രത്തിൽ തൃക്കുളത്തപ്പനെ പൂജിക്കുന്നവർ തന്നെയാണ് പൂജകൾ നടത്തുന്നത്. മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് തൃക്കുളത്തപ്പൻ്റെ പ്രതിഷ്ഠാദിനം. ശിവരാത്രിയിൽ ഉദയാസ്തമന പൂജയോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്തുന്നത്. വൃശ്ചികം 1 മുതൽ 60 ദിവസം നീണ്ടു നിൽക്കുന്ന അന്നദാനവും വൃശ്ചികത്തിലെ 3-ാമത്തെ ശനിയാഴ്ച നടക്കുന്ന അഖണ്ഡ നാമജപവും ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളാണ്. 30 തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ചതുശതത്തിനും അന്നദാന മഹായജ്ഞത്തിനും ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. നിരവധി ഭക്തരാണ് ഉദാത്തമായ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ ഭരണത്തിലുള്ള തൃക്കുളം ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ്. തൃക്കുളത്തപ്പനിൽ അഭയം പ്രാപിച്ച ഭക്തനെ ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഓരോ ഭക്തനും പറഞ്ഞു വയ്ക്കുന്നത്. ഓം ശ്രീ തൃക്കുളത്തപ്പ പാഹിമാം.